ഭാഗ്യം കണ്ണാടി വന്നു. കേട്ടോ അതെ അടിയിലോട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ സീറ്റ് മാറ്റണം. നിനക്ക് ആ കീറിയ ഭാഗം മാത്രം ഒന്ന് മാറ്റിത്തരാൻ പറ്റുമോ? എത്ര നേരം എടുക്കും? അതിന് 10 മിനിറ്റ്. 5 5 പെട്ടെന്നാവട്ടെ. ചേട്ടാ ഒരു ചായ. ചേട്ടാ വണ്ടി റെഡി. എടാ അപ്പൊ നീയാണല്ലോ സീറ്റ് കുത്തിക്കറിയോ? കണ്ണാടി താടാ ഒരു മിനിറ്റ്. എന്റെ ബൈക്ക് എന്റെ കണ്ണാടി താടാ. ഇല്ലെങ്കിൽ കണ്ണാടി എടുക്കണം. ചേട്ടാ ചേട്ടാ മനോരമല്ലേ? ഈ കണ്ണൊന്ന് പൊത്തുവോ പ്ലീസ് ചേട്ടാ, കണ്ണൊന്ന് പൊത്ത് വേഗം. എന്റെ കണ്ണല്ലടാ ഈ മണ്ണ് മണി കണ്ടുകൊണ്ട് ധൈര്യം എന്റെ വീട്ടിൽ വന്ന് പിടിക്കാൻ നോക്കടാ. നിന്നെ എടുത്തോളാം, എന്റെ അച്ഛൻ നിന്നെ എടുത്തോളാം. വണ്ടി അങ്ങനെ കോളേജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കോളേജിൽ പോയിട്ട് മാന്യമായി തല്ലാന്ന്. ഇറങ്ങി എങ്ങോട്ടാ? എന്താ കോളേജൊക്കെ ചെറുത്, അതിലും വലിയ വടം വീടിന്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ടാവും. പിന്നെ നിന്റെ വീട്ടിലെ പോലെ ഒന്നും അല്ല, ഇവിടെ ഇല്ലാത്ത മുറി വരെ കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞോ? പിന്നെ വരാതെ നമുക്ക് പുറകോടെ പോവാം, വാ. ഇങ്ങനാണോ സിഗ്നൽ വരുന്നത്? ചായയും ഇനി എന്റെ ഏത്തക്കാപ്പത്തെ കുറ്റം പറ. ഇത്രയും നല്ലൊരു സിഗ്നൽ എന്റെ അമ്മയെ നിന്റെ അമ്മ. ആന്റി ആന്റി എന്താ ഇവിടെ? നീ എന്റെ ചെക്കന്റെ ദേഹത്ത് കൈ വെക്കുമല്ലേ? ഏത് ചെക്കൻ്റെ? ആരാടാ ഇവര്? എല്ലാം പറഞ്ഞ നിനക്ക് പറയാനുള്ളത് അവനോട് പറ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്റെ ചെക്കനെ തല്ലുന്ന ഈ വിവരമില്ലാത്ത മിണ്ടരുത്. നിന്നെക്കാളും 3-4 വയസ്സ് ഇളയതല്ലടാ അവൻ. പോട്ടെ, നീ ഒരു ക്രിമിനൽ ആണെന്നെങ്കിലും നിനക്ക് ഓർമ്മ വേണ്ടേ? നിന്നെ തവണ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. നോക്കിക്കോ, എന്റെ സ്വഭാവം അറിയില്ല. യഥാർത്ഥത്തില് ഇവര് തമ്മിൽ എന്താണെന്ന് സാറെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഞാൻ ചോദിച്ചാ പറയില്ല. സാർ അത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. അമ്മ വെറുതെ പേടികാരൻ നിർബന്ധിച്ച് എന്നോട് കൊണ്ടുവന്നു. മിണ്ടാതിരിക്കുന്നേ. കണ്ടില്ലേ സാർ ഇവന്റെ നകളിപ്പ്? മാഡം പ്ലീസ്, ഇതിപ്പോൾ നിങ്ങൾ തമ്മിൽ അടികൂടി അത് ഞാൻ തീർക്കേണ്ട അവസ്ഥ വരുമോ?
പറയാൻ പാടുണ്ടോന്ന് അറിയത്തില്ല. എന്നാലും ഈ മോനെ പോലെ കൂട്ടിലടച്ച് വളർത്തുന്ന പിള്ളേർക്കൊന്നും ഇടപെടാൻ പറ്റിയ ഐറ്റമൊന്നും അല്ല അവനൊന്നും. ഏതായാലും ഇവനെ ആരും കൂട്ടിലടച്ച് വളർത്തിയിട്ടില്ല. വേണ്ടാത്ത എല്ലാ സ്വാതന്ത്ര്യം ഇവന് കിട്ടിയിട്ടുണ്ട്. അതിന്റെയാണല്ലോ ഈ കാണുന്നതൊക്കെ. അതെ, നമുക്ക് ആദ്യം ഒരു തീരുമാനത്തിലെത്താം. ഈ വാശിയും വൈരയും ഒക്കെ മനസ്സിലിട്ട് നടക്കാതെ എന്തെങ്കിലും ക്രിയാത്മകമോ സർഗാത്മകമോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. ഇതൊന്നും ജീവിതത്തിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ വാശിയും വൈരാഗ്യങ്ങളും ഒക്കെ. പിന്നെ അവൻ്റെ കാര്യം, അത് മാഡം വൃത്തിക്കൊരു പരാതി എഴുതിയിട്ടിങ്ങാന്നോ ബാക്കി ഞാൻ നോക്കാം. ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ട് നോക്കും, ഞാൻ നോക്കിക്കോളാം. ശരി. ഡേ നീ വന്നേ, ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളൊന്ന് മുഴുകാൻ ശ്രമിക്കുമോ? ആ ആ എന്തോ പറഞ്ഞേ? ക്രിയാത്മകവും സർഗാത്മകവും അല്ലേ? ആ റൈറ്റ്. ആട്ടെ.